കേരളത്തിൽ കഴിഞ്ഞ 11 ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ തൊഴിലാളികളും അതുപോലെ തന്നെ അതിൻ്റെ തൊഴിലുടമകളടക്കം നിരന്തരമായ സമരപ്രക്ഷോഭങ്ങളിലാണ്. ഈ സമരത്തിൽ പ്രധാനമായിട്ട് ഈ വിഭാഗത്തെ സമരത്തിലേക്ക് തള്ളിവിടാനുള്ള കാരണം സംസ്ഥാന മന്ത്രിയുടെ അശാസ്ത്രീയമായ പരിഷ്കരണങ്ങളാണ്. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ ന്യായമായ എല്ലാ പരിഷ്കാരങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ആ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ ആ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനുള്ള ഭൗതിക സാഹചര്യം, അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാർ ആ സൗകര്യങ്ങളെല്ലാം ഒരുക്കാതെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സമീപനമായി പോകുന്നുവെന്ന് മാത്രമല്ല, ഈ രംഗത്ത് ഈ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനം തുടങ്ങിയ കാലം മുതൽ നിലവിലുണ്ടായിരുന്ന ഡിവൽ സിസ്റ്റം തന്നെ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രംഗത്ത് കൊലപാതകം, അതായത് അപകട മരണങ്ങളടക്കം സൃഷ്ടിക്കപ്പെടാവുന്ന സാഹചര്യത്തിലേക്ക് ഈ മേഖലയെ തള്ളിവിടുകയാണ്. അതുമാത്രമല്ല, പട്ടിണിപ്പാവങ്ങളായ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ അടക്കമുള്ളവർ ജീവിച്ചു പോകുന്നത് വെക്കേഷൻ കാലഘട്ടമെന്ന് പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദ്യാർത്ഥികളെ ഈ മേഖലയിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ്. ആ സമയത്ത് തന്നെ ഈ മേഖലയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒന്നും ചർച്ച ചെയ്ത് നടപ്പാക്കപ്പെടാത്ത ചില നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഈ മേഖലയെ നിശ്ചലമാക്കുന്ന ഒരു സമീപനവുമായി ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിയും പോകുന്നതിനെതിരായിട്ടാണ് ഈ സമരത്തിലേക്ക് ഈ തൊഴിലാളികളും അതിൻ്റെ ഉടമകളുമെല്ലാം ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരത്തിൽ അന്തിമ വിജയം കാണുന്നവരെ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ മേഖലയിലെ ആശ്രയിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും ആശ്രയിക്കുന്നതിന് വേണ്ടി, ഈ മേഖലയിലേക്ക് ഡ്രൈവിംഗ് പരിശീലനത്തേക്ക് വേണ്ടി കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവൽപര പോരാട്ടമായാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖല ഈ സമരത്തെ കാണുന്നത്. ഞങ്ങളുടെ അന്തിമ സമരമാണ്. ഈ ജീവൽമരണ പോരാട്ടത്തിൽ വിജയം വരെ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നുള്ള പ്രഖ്യാപനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു.